കണിമംഗലത്തെ മുടങ്ങിക്കിടന്നിരുന്ന പൂരം നടത്താൻ വന്ന ജഗന്നാഥൻ തമ്പുരാൻ മലയാളികൾക്ക് സുപരിചിതനാണ്. എന്നാൽ ഈ കൊച്ചു കേരളത്തിൽ 200 വർഷമായി മുടങ്ങാതെ നടന്നു വന്നിരുന്ന ഒരു പൂരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെ ഒരു പൂരത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. നമുക്കെല്ലാം സുപരിചിതമായ ലോകപ്രശസ്തമായ നമ്മുടെ സ്വന്തം തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം തുടങ്ങുന്നതിന് മുൻപ് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഉത്സവം ആറാട്ടുപുഴ പൂരമായിരുന്നു. തൃശ്ശൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നിരവധി ക്ഷേത്രങ്ങൾ ഈ പൂരത്തിൽ പങ്കെടുത്തിരുന്നു. പക്ഷെ ഒരു വർഷം വലിയ മഴ കാരണം ആറാട്ടുപുഴ പൂരത്തിനായി വരുന്ന ചില ദേവീ ദേവതകളുടെ പ്രതിഷ്ഠകൾ സമയത്തെത്താൻ കഴിയാതിരുന്നത് കൊണ്ട് അവരെ പൂരത്തിൽ നിന്ന് ഒഴിവാക്കി. ഇത് ആ ക്ഷേത്രങ്ങൾക്കും പ്രദേശവാസികൾക്കും വലിയ നിരാശയാണ് നൽകിയത്. ഇത് കണ്ട് ശക്തൻ തമ്പുരാൻ തൃശ്ശൂരിനെയും വടക്കുന്നാഥ ക്ഷേത്രത്തെയും കേന്ദ്രീകരിച്ച് ഒരു പുതുമയാർന്ന വലിയ ഉത്സവം ആവിഷ്കരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1798 ശക്തൻ തമ്പുരാൻ കൊച്ചി രാജാവായിരിക്കുമ്പോൾ ആരംഭിച്ചതാണ് തൃശ്ശൂർ പൂരം. അന്നു മുതൽ തൃശ്ശൂർ പൂരം ഒരു മഹോത്സവമായി മാറി ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുന്ന ആഘോഷമായി. തൃശ്ശൂർ പൂരത്തിന്റെ ചില പ്രധാന സവിശേഷതകളാണ് ഇനി പറയുന്നത്. 2 ഘടകങ്ങൾ, അതായത് അരമണ്ഡലങ്ങളാണ് പൂരത്തിനുള്ളത്. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം നേതൃത്വം നൽകുന്ന തെക്കേക്കൂട്ടവും തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം നേതൃത്വം നൽകുന്ന വടക്കേക്കൂട്ടവും. വടക്കുന്നാഥ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള വിശാലമായ തേക്കിൻകാട് മൈതാനം പൂരം ആചരിക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ചടങ്ങുകൾ കാണാനുള്ള അവസരമൊരുക്കി. 50ഓളം ആനകൾ, പൊന്നലങ്കാരങ്ങൾ, ചെണ്ടമേളം, വാദ്യമേളങ്ങൾ, അങ്ങനെ എല്ലാം ചേർന്ന് അതിമനോഹരമായ ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ് തൃശ്ശൂർ പൂരം സമ്മാനിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിലെ വെടിക്കെട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയതും ശക്തവുമായ വെടിക്കെട്ടുകളിൽ ഒന്നാണ്. അത് പുലർച്ചെ 3 മുതൽ 5 വരെ നടത്തപ്പെടുന്നു. പൂരത്തിലെ ഏറ്റവും വൈശിഷ്ട്യമുള്ള ആഘോഷങ്ങളിൽ ഒന്നാണ് കുടമാറ്റം. തിരുവമ്പാടി വടക്കേക്കൂട്ടവും പാറമേക്കാവ് തെക്കേക്കൂട്ടവും തമ്മിൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള കുടകളുടെ മനോഹരമായ മാറ്റം അരങ്ങേറുന്ന അത്ഭുതകരമായ കാഴ്ചയാണിത്. തൃശ്ശൂർ പൂരത്തിലെ പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറ മേളവും വളരെ പ്രശസ്തമാണ്. 2025 തൃശ്ശൂർ പൂരം മെയ് ആദ്യവാരമായിരിക്കും. അപ്പോൾ ഇതുവരെ പൂരം കാണാത്ത എല്ലാവരും ഇത്തവണ പൂരത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. കോണ്ടന്റ് ഇഷ്ടമായെങ്കിൽ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് കമന്റ് ബോക്സിൽ എഴുതിയിടുക.